തിരുവനന്തപുരത്ത് ബി.ജെ.പി. നേതാവ് ശ്രീ അനിൽ ആന്റണി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിനൊപ്പം നമ്മുടെ ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, എങ്ങനെയാണ് അദ്ദേഹം വോട്ട് ചെയ്തു? നമ്മൾ അത് ദൃശ്യങ്ങൾ കണ്ടു. പറയൂ അവിടുത്തെ അപ്ഡേഷൻസ്. രാഖി, തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി, വോട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. സർ, നമ്മുടെ കോർപ്പറേഷൻ ഇപ്രാവശ്യം BJP-യുടെ ഭരണം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പുണ്ടോ? ഇത് BJP സംബന്ധിച്ചോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. വർഷങ്ങളായി, ദശാബ്ദങ്ങളായി മാറി മാറി LDFും UDFും വന്നിട്ടും കേരളത്തിൽ എല്ലായിടത്തും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതുവരെ അധികം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം മറ്റ് മുന്നണികൾ കോൺട്രവേഴ്സികളും അതൊക്കെയായിട്ട് നടക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് BJP മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ടെല്ലാം പോലെയല്ല, ഇപ്രാവശ്യം മറ്റ് രണ്ട് പാർട്ടികളെ കഴിഞ്ഞും ഇത് BJPക്ക് വലിയൊരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പുമാണ്. കാര്യം CPM-ഉം കോൺഗ്രസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും കൂടുതൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ എല്ലായിടത്തും നിർത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും മഹിളകളും യുവതിയുവാക്കളും ഒക്കെയാണ്. ഒരു കേരളത്തെ മുന്നോട്ട് പോകാൻ പറ്റിയൊരു മാനിഫെസ്റ്റോ എല്ലാ തലത്തിലും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം പ്രതിഫലിക്കും. ഇത് BJPക്ക് വളരെ ചരിത്രപരമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഇതുവരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നല്ല റിസൾട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. BJP-യുടെ ഇപ്രാവശ്യത്തെ പ്രചരണം എങ്ങനെ കാണുന്നുണ്ട്? കൊല്ലം കോർപ്പറേഷൻ ആയാലും ശരി, തിരുവനന്തപുരം കോർപ്പറേഷൻ, അങ്ങനെ എല്ലായിടത്തും BJP-യുടെ ഒരു പ്രചരണം എത്രത്തോളം പണ്ടത്തേതിൽ നിന്ന് എത്രത്തോളം മുന്നിലോട്ടെത്തി എന്ന് തോന്നുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കും മുന്നണിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നല്ല റിസൾട്ടായിരിക്കും. അതിനുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷനെ വളരെ രീതിക്ക് ബാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് BJPക്ക് ഒരു മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ BJPക്ക് അതനുസരിച്ചുള്ള വോട്ട് നേട്ടം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ? മറ്റ് മുന്നണികളെല്ലാം പല രീതിയിലുള്ള ഇപ്പം മാറി മാറി വന്നപ്പോഴും അഴിമതികൾ, അതുപോലെ അവരുടെ അനാസ്ഥകൾ, ഇതെല്ലാമാണ് ജനങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കാണുന്നത്. പക്ഷേ BJP മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ NDA മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ. അതുപോലെ ജനങ്ങൾക്ക് വികസനം, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വികസനം, അതുപോലെ അവരുടെ ഡേ ടു ഡേ ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻസ്, ഇതെല്ലാം ഒറ്റ മുന്നണിയും ഒറ്റ പാർട്ടിയും മാത്രമേ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്രതിഫലം കാണും. എന്തായാലും കൃത്യമായൊരു പ്രതിഫലം തന്നെയായിരിക്കും ഈ ഇലക്ഷനിൽ, തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രേഖപ്പെടുത്താൻ പോകുന്നത് എന്നാണ് നമ്മളോട് അനിൽ ആന്റണി ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും വളരെ മികച്ചൊരു പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കൂറിലോട്ട് അടുക്കുമ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള 7 ജില്ലകളിലും വളരെ മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ NDA അഴിമതി വിരുദ്ധ ഒരു ഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അനിൽ ആന്റണിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി.